തരൂരായി പുറത്തു പോകില്ല, പാർട്ടി പുറത്താക്കട്ടെ എന്നാണ്. അപ്പൊ പാർട്ടി വിചാരിക്കുന്നു ഞങ്ങള് പുറത്താക്കില്ല, തരൂര് പോകുന്നെങ്കിൽ പോട്ടെ എന്നാണ്. സൗപർണിയെ വഴി വെച്ച് കാണുമ്പം നീ അങ്ങ് വന്നേക്ക്, നല്ല പൊറോട്ടയും ബീഫും ഉണ്ടെന്ന് പറഞ്ഞാൽ ആ പൊറോട്ടയും ബീഫും തിന്നാൻ സൗപർണിക പോകുന്നത് ന്യായമാണോ? പോകില്ല, അത് ന്യായമല്ലല്ലോ. അപ്പൊ ആ ഒരേ തന്ത്രമാണ് BJP ഇവിടെ പയറ്റുന്നത്. തരൂര് കോൺഗ്രസിനൊപ്പമാണല്ലോ, കോൺഗ്രസിലെ MP ആണല്ലോ. അതെ, കോൺഗ്രസ് MP ആണ്. അദ്ദേഹത്തിന് BJPയിലേക്ക് ഒരു ചായ്വുണ്ടായിരിക്കാം, BJPയിലേക്ക് പോകണമെന്ന് ഉള്ളിന്റെ ഉള്ളിൽ ആഗ്രഹമുണ്ടെങ്കിൽ പോലും കൂറുമാറ്റ നിരോധന നിയമപ്രകാരം അദ്ദേഹത്തിന് പോകാൻ കഴിയില്ല ഒറ്റയടിക്കങ്ങ്. ചേച്ചി, ശശി തരൂര് കോൺഗ്രസിന് ഇപ്പം തുടർച്ചയായി തലവേദന ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ്, ശശി തരൂർ ഇപ്പൊ പാർട്ടി വിടും, ഇപ്പൊ BJPയിലേക്ക് പോകും എന്ന് ഒരു സമയത്ത് പറയുന്നു. മറുവശത്ത് ശശി തരൂർ തന്നെ കോൺഗ്രസിന് വേണ്ടി പ്രചരണത്തിന് ഇറങ്ങുന്നു. തരൂര് എന്താണ് ഉദ്ദേശിക്കുന്നത്? പാർട്ടിയിൽ നിന്ന് തരൂരിനെ തരൂരായി പുറത്തു പോകില്ല, പാർട്ടി പുറത്താക്കട്ടെ എന്നാണ്. അപ്പൊ പാർട്ടി വിചാരിക്കുന്നു ഞങ്ങള് പുറത്താക്കില്ല, തരൂര് പോകുന്നെങ്കിൽ പോട്ടെ എന്നാണ്. ഇപ്പതാ സവർക്കർ അവാർഡ് ശശി തരൂരിനാണ്. കോൺഗ്രസിലെ പല നേതാക്കളും പ്രതികരിച്ചിട്ടുണ്ട്. ആ അവാർഡ് സ്വീകരിക്കരുത്, കോൺഗ്രസിനോട് കൂറുണ്ടെങ്കിൽ, അല്ലെങ്കിൽ രക്തത്തിൽ ഇപ്പോഴും കോൺഗ്രസിന്റെ അംശമുണ്ടെങ്കിൽ ആ അവാർഡ് സ്വീകരിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി എന്ത് നിലപാടാണ് ഇനി കോൺഗ്രസ് എടുക്കാൻ പോകുന്നത് തരൂരിന്റെ വിഷയത്തില്? ഇപ്പൊ പലരും ആലോചിക്കും, ശശി തരൂർ പല അവസരങ്ങളിലും മോദിയെ പ്രകീർത്തിക്കാറുണ്ടായിരുന്നു. മാത്രമല്ല പിണറായി സർക്കാരിനെ ചില അവസരങ്ങളിലെങ്കിലും പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനെ സാധാരണ ജനങ്ങൾ വിലയിരുത്തിയത് ശശി തരൂരിനെ പോലെയുള്ള ഒരാള്, വിശ്വപൗരനായിട്ടുള്ള ഒരാൾ, ഇത്രയും അറിവുള്ള ഒരാള്, അദ്ദേഹം അത് ചെയ്യുന്നത് പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ ഭരിക്കുന്ന പാർട്ടി ചെയ്യുന്ന എല്ലാത്തിനെയും എതിർക്കുകയല്ല, മറിച്ച് സപ്പോർട്ട് ചെയ്യാന്നുള്ളത് കൂടി ഉണ്ട് ഒരു പ്രതിപക്ഷ ധർമ്മം എന്ന് പറഞ്ഞാൽ. അതായത് ജനങ്ങൾക്ക് ഉപയോഗകരമായ കാര്യങ്ങൾ ഭരിക്കുന്ന കക്ഷി ചെയ്യുമ്പോൾ അതിനെ സപ്പോർട്ട്, അതിന് പൂർണ്ണ പിന്തുണ കൊടുക്കുക എന്നുള്ളത്. അല്ലാതെ ഇവിടുത്തെ LDF സർക്കാർ ഭരിക്കുമ്പോൾ എന്ത് തോന്നിയാസവും ചെയ്യും, പ്രതിപക്ഷത്ത് വരുമ്പോ ഇനി എന്ത് ചെയ്താലും എതിർക്കുക, സെക്രട്ടേറിയറ്റിനെ വളയ്ക്കുക എന്ന നടപടിയല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അതിനെ ഇവിടെ ബുദ്ധിപരമായി അതിനെ വിലയിരുത്തിയ ആൾക്കാരെല്ലാം തന്നെ ശശി തരൂരിന്റെ ആ നിലപാടുകളെയെല്ലാം സ്വീകരിച്ചത് ആ ഒരു രീതിയിലായിരുന്നു. അദ്ദേഹം രാജ്യ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് അത്തരം പുകഴ്ത്തലുകൾ നടത്തിയത് എന്ന് നമ്മൾ വ്യാഖ്യാനിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ശശി തരൂരിനെ എല്ലാ കാലത്തും ആൾക്കാർ സപ്പോർട്ട് ചെയ്തിരുന്നു. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോലും ശശി തരൂരും കോൺഗ്രസുമായി അല്ലറ ചില്ലറ പിണക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഒരുപാട് വിഷയങ്ങൾ അതിനിടയ്ക്ക് ഉണ്ടായിരുന്നു. എന്നാൽ പോലും ജനങ്ങൾ ശശി തരൂരിനെ അംഗീകരിക്കുകയായിരുന്നു. അത് ഒരു പരിധിവരെ കോൺഗ്രസിന്റെ വിജയം തന്നെയാണ് എന്ന് പറയാം. ശശി തരൂർ എപ്പോൾ വന്നത് തന്നെ കോൺഗ്രസിന്റെ MP ആയിട്ടാണ്. കോൺഗ്രസ് ആണ് ശശി തരൂരിനെ MP ആക്കിയത്. അത് ഒരിക്കലും ശശി തരൂർ മറക്കാൻ പാടില്ല. പിന്നെ ഇപ്പോ ഈ BJPയോട് ചേർന്ന് നിൽക്കുന്ന ആ ഒരു നിലപാട്, കാരണം വ്ളാഡിമിർ പുടിൻ വന്നപ്പോൾ പ്രതിപക്ഷ നേതാവിനെ പോലും ക്ഷണിച്ചിട്ടില്ലായിരുന്നു. അപ്പൊ അതിന് പല ന്യായീകരണങ്ങൾ BJP പറയുന്നുണ്ട്. റഷ്യയിൽ നിന്ന് വന്ന പ്രതിനിധികളാണോ തീരുമാനിക്കുന്നത് ഇവിടെ ആതിഥേയരായിരിക്കേണ്ടവർ ആരാണ് എന്ന്? അല്ല, ഒരിക്കലുമല്ല. അവർക്ക് പ്രത്യേകിച്ച് ആരെങ്കിലും മീറ്റ് ചെയ്യണമെങ്കിൽ അതിനെക്കുറിച്ച് അവർക്ക് സജഷൻസ് പറയാമെന്നല്ലാതെ ഇവിടെ ആരെല്ലാം ഉണ്ടാകണം എന്നുള്ളത് ഇവിടെ ഭരിക്കുന്നവരാണ് തീരുമാനിക്കേണ്ടത്. ആ അവസ്ഥയിൽ രാഹുൽ ഗാന്ധി എന്ന പ്രതിപക്ഷ നേതാവിനെ ക്ഷണിച്ചില്ല എന്നുള്ളത് വലിയൊരു കുറ്റം തന്നെയാണത്, ഒരു തെറ്റ് തന്നെയാണ്. ആ ഇടത്താണ് ശശി തരൂരിനെ ക്ഷണിച്ചപ്പോൾ ശശി തരൂർ പുത്തനുടുപ്പൊക്കെ ഇട്ടങ്ങ് ഒരുങ്ങി പോയത്. ഇപ്പോൾ സൗപർണികയുടെ വീട്ടില് കുടുംബവുമായി വളരെ അടുപ്പമുണ്ടായിരുന്നവരായിരിക്കാം, അല്ലെങ്കിൽ പിണങ്ങിയവരായിരിക്കാം. വീട്ടുകാരുമായോ സൗപർണികമായിട്ടോ യാതൊരു അടുപ്പവുമില്ല. വീട്ടിൽ വന്ന് കല്യാണം ക്ഷണിച്ചില്ല, അച്ഛനെയും അമ്മയെയും ഒന്നും ക്ഷണിച്ചില്ല. സൗപർണിയെ വഴി വെച്ച് കാണുമ്പം നീ അങ്ങ് വന്നേക്ക്, നല്ല പൊറോട്ടയും ബീഫും ഉണ്ടെന്ന് പറഞ്ഞാൽ ആ പൊറോട്ടയും ബീഫും തിന്നാൻ സൗപർണിക പോകുന്നത് ന്യായമാണോ? പോകില്ല, അത് ന്യായമല്ലല്ലോ. അപ്പൊ ആ ഒരേ തന്ത്രമാണ് BJP ഇവിടെ പയറ്റുന്നത്. വിദേശത്ത് പോയ പ്രതിനിധികളുടെ കൂട്ടത്തിൽ ശശി തരൂരിനെ ഉൾപ്പെടുത്തി. അപ്പോ നമ്മളെല്ലാം പറഞ്ഞു BJPയിൽ, നമ്മളല്ല, പൊതുവെ കോൺഗ്രസ് അനുകൂലികളായിട്ടുള്ളവരെല്ലാവരും പറയുന്നു, പൊതുവെ ഉള്ള ആൾക്കാർ പറഞ്ഞു BJPയിൽ അത്രയും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള, ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരില്ലാത്തത് കൊണ്ട് ശശി തരൂരിനെ പരിഗണിച്ചു, അതിനെ ഒരു അംഗീകാരമായിട്ട് നമുക്ക് കണക്കാക്കാം എന്ന് പറഞ്ഞു. അത് പോട്ടെ, രാജ്യത്തിനു വേണ്ടി പോയതാണല്ലോ, ഓക്കെ. അത് കഴിഞ്ഞിട്ട് BJPയുടെ ഓരോ പരിപാടിയിലും പല സാഹചര്യങ്ങളിലും ശശി തരൂരിനെ മാത്രം അവർ ക്ഷണിക്കുമ്പോൾ, അതായത് പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കാത്ത ഇടങ്ങളിൽ അദ്ദേഹത്തിന് ക്ഷണം ലഭിക്കുമ്പോൾ അത് നിരസിക്കുക എന്നുള്ളത് ഒരു സാമാന്യ മര്യാദയായി കണക്കാക്കാവുന്നതാണ്. ആ ഒരു കാര്യം ശശി തരൂർ ചെയ്യുന്നില്ല. പ്രത്യേകിച്ച് തരൂർ കോൺഗ്രസിനൊപ്പമാണല്ലോ, കോൺഗ്രസിലെ MP ആണല്ലോ. അതെ, കോൺഗ്രസ് MP ആണ്. അദ്ദേഹത്തിന് BJPയിലേക്ക് ഒരു ചായ്വുണ്ടായിരിക്കാം, BJPയിലേക്ക് പോകണമെന്ന് ഉള്ളിന്റെ ഉള്ളിൽ ആഗ്രഹമുണ്ടെങ്കിൽ പോലും കൂറുമാറ്റ നിരോധന നിയമപ്രകാരം അദ്ദേഹത്തിന് പോകാൻ കഴിയില്ല ഒറ്റയടിക്കങ്ങ്. അപ്പോൾ അദ്ദേഹവും
വിചാരിക്കുന്നത് കോൺഗ്രസ് അങ്ങ് പുറത്താക്കിക്കോട്ടെ എന്നാൽ അതാ ചേച്ചി ഞാൻ അയ്യോ, ആദ്യം എന്നെ പറഞ്ഞത്. ഇവിടെ ഇപ്പൊ നേരത്തെ പറഞ്ഞ കല്യാണ വിഷയത്തിൽ കല്യാണത്തിന്റെ തലേ ദിവസം വീട്ടിൽ നിന്ന് സൗവർണയെ വീട്ടിൽ നിറക്കി വിടുവാണെങ്കിൽ സൗവർണി അവിടെ നിന്ന് അലമ്പൊക്കെ ഉണ്ടാക്കി സൗവർണി വീട്ടിൽ നിറക്കി വിടുവാണെങ്കിൽ നേരെ പോയി പൊറോട്ടയും ബീഫും തിന്നിട്ട് വരാം ഇല്ലേ? അപ്പൊ അതേ ഒരു തന്ത്രമാണ് അല്ല, അപ്പൊ തരൂരും കോൺഗ്രസ് എടുത്തിരിക്കുന്ന സ്റ്റാൻഡ് എന്താ? ഇനി എന്തൊക്കെ കാണിച്ചാലും ഞങ്ങൾ പുറത്താക്കില്ല എന്ന സ്റ്റാൻഡിലാണ് അവർ പോകുന്നത്. സാധനത്തിന് കോൺഗ്രസിനെ അഭിനന്ദിച്ചേ മതിയാവുള്ളൂ. ഒരു കാരണവശാലും കോൺഗ്രസ് ശശി തരൂരുമായി പിണങ്ങരുത്, അങ്ങനെ നിലനിർത്തുക. പറ്റുമെങ്കിൽ അടുത്ത മത്സരങ്ങളിൽ സീറ്റും കൊടുക്കുക, മത്സരിക്കട്ടെ. അല്ലെങ്കിൽ അതിന് മുന്നേ പിണങ്ങി BJP-യോടൊപ്പം പോവുക എന്നുള്ളതാണ് ശശി തരൂർ ചെയ്യേണ്ട ഒരു കാര്യം. നേരത്തേക്ക് നമുക്ക് ശശി തരൂരിനെ ലോക പൗരനായതുകൊണ്ട് അദ്ദേഹം ജനങ്ങൾക്ക് വേണ്ടി ആ ഭരണകക്ഷിയോട് ചേർന്ന് നിൽക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാമായിരുന്നു, പോട്ടെ. പക്ഷെ ഇപ്പോഴത്തെ കാര്യങ്ങൾ സവർക്കർ അവാർഡ് ശശി തരൂരിന് കൊടുക്കുന്നു എന്ന് പറയുന്നു. എന്തിനാണ് അദ്ദേഹം കോൺഗ്രസ് MP ആയി ഇരുന്നു കൊണ്ട് ആ അവാർഡ് സ്വീകരിക്കാൻ തയ്യാറാകുന്നത്? അപ്പൊ അതിനും പോയി വാങ്ങി വീട്ടിൽ കൊണ്ടുവയ്ക്കും. അദ്ദേഹത്തിന് എന്താ അവാർഡുകളോട് ഇത്ര പ്രിയമാണോ? അല്ലെങ്കിൽ അവാർഡ് കിട്ടാത്ത മനുഷ്യൻ, ഈ ലോകം കാണാത്ത വ്യക്തിയാണോ? അതിനോടൊന്നും ഒരിക്കലും സാധാരണ കോൺഗ്രസ്സുകാർക്കോ നിഷ്പക്ഷരായ ജനങ്ങൾക്കോ അനുകൂലിക്കാൻ കഴിയില്ല. തീർച്ചയായും അത് കഴിയില്ല. കാരണം ഈ റഷ്യൻ പ്രതിനിധികൾ വന്നപ്പോൾ തന്നെ കോൺഗ്രസിനെയോ പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കാത്തിടത്ത്, അല്ല, കോൺഗ്രസിനെ ക്ഷണിച്ചില്ല എന്ന് പറയേണ്ട ആവശ്യമില്ല. രാഷ്ട്രപതി പോലും ആ ഒരു വിഷയത്തിൽ താല്പര്യം കാണിച്ചില്ല എന്ന് പറയുമ്പോൾ അദ്ദേഹം വെറും ഒരു റബ്ബർ സ്റ്റാമ്പായി, BJP-യുടെ റബ്ബർ സ്റ്റാമ്പായി തന്നെ നിലകൊള്ളുന്നു എന്ന് തന്നെ വേണം നമുക്ക് മനസ്സിലാക്കാം. പൊതുവെ പറയും രാഷ്ട്രപതി കേന്ദ്ര സർക്കാരിന്റെ റബ്ബർ സ്റ്റാമ്പാണെന്ന് പറയാറുണ്ട്, ഗവർണർ സംസ്ഥാന സർക്കാരിന്റെ റബ്ബർ സ്റ്റാമ്പാണെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇപ്പൊ കേരളത്തിലെ ആ ഗവർണറുടെ സ്ഥാനത്തിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. പക്ഷെ കേന്ദ്രം നോക്കുമ്പോൾ ദ്രൗപദി മുർമു എന്ന രാഷ്ട്രപതി നമുക്ക് എല്ലാവർക്കും അഭിമാനമാണ് അദ്ദേഹത്തെ കുറിച്ച്. പക്ഷെ അപ്പോൾ ഇങ്ങനൊരു നടപടി ഭരണ കക്ഷിയിൽ നിന്ന് ഉണ്ടാകുമ്പോൾ അതിനെ ഒന്ന് ചോദ്യം ചെയ്യാൻ പോലും അവർ തയ്യാറായി. ശരി, BJP നിർദ്ദേശിച്ച ആൾ തന്നെയാണ്, BJP-യോട് കടപ്പാടുണ്ട്, എല്ലാം ശരി തന്നെ. പക്ഷെ ഒന്ന് ചോദിക്കാമായിരുന്നു, എന്തുകൊണ്ട് പ്രതിപക്ഷ നേതാവിനെങ്കിലും ക്ഷണിക്കണ്ടേ? ശശി തരൂരിനെ ക്ഷണിച്ചോളൂ, അവിടെ ഇരുത്തിക്കോളൂ, വിശിഷ്ട അതിഥിയാക്കി തന്നെ ഇരുത്തിക്കോളൂ. പക്ഷേ രാഹുൽ ഗാന്ധിയെ ക്ഷണിക്കാതെ പോയത് അതൊരു വലിയ... അല്ല ചേച്ചി, അങ്ങനെ പറയുമ്പോ മറുവശത്ത് തരൂരിന് ചോദിക്കാമല്ലോ, അല്ല പോകാതിരിക്കാം, വേണമെങ്കിൽ പിന്നീട് ചോദിക്കാമല്ലോ എന്തുകൊണ്ട് പ്രതിപക്ഷ നേതാവിനെ വിളിച്ചില്ല എന്നുള്ളത്. അത് തരൂരും ചെയ്യുന്നില്ലല്ലോ. അദ്ദേഹത്തിന്റെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് ഇപ്പൊ നമുക്ക് പറയാനും കഴിയും. ചേച്ചി, അതുപോലെ തന്നെ ഇതിന് കുറച്ച് മുന്നേ ആണ് തരൂര് BJP സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നു, വലിയ ആരോപണങ്ങൾ വരുന്നു, തരൂര് പാർട്ടി വിടാൻ പോകുന്നു, വലിയ വാർത്തയാണ്. എന്താണ് തരൂര് BJP-യിലേക്കോ പാർട്ടി പുറത്താക്കോ? ഇങ്ങനെയുള്ള സമയത്താണ് തരൂര് തിരുവനന്തപുരത്ത് വോട്ട് ചോദിച്ചു വന്നത്, തദ്ദേശ തെരഞ്ഞെടുപ്പിന്. അപ്പൊ അത് കോൺഗ്രസ് അണികളിൽ പെട്ടെന്ന് വീണ്ടും ഒരു പ്രതീക്ഷയാണ് ഉണ്ടാക്കിയത്, ഇദ്ദേഹം നമ്മോടൊപ്പം തന്നെയാണല്ലോ എന്ന രീതിയിൽ. പക്ഷെ എന്താണ് തരൂർ മനസ്സിൽ കരുതിയിരിക്കുന്നതെന്ന് ഇപ്പോഴും ആർക്കും മനസ്സിലാക്കാം. അദ്ദേഹത്തിന് തന്നെ ഒരു ഐഡിയ ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇനി അടുത്തും കോൺഗ്രസ് അധികാരത്തിലേറില്ല എന്നുള്ളൊരു ധാരണ അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ ഭരിക്കുന്ന പാർട്ടിയോടൊപ്പം നിന്നാലേ എന്തെങ്കിലും ചെയ്യാൻ കഴിയുള്ളൂ എന്ന് അദ്ദേഹത്തിന് തോന്നുന്നുണ്ടാവാം. അങ്ങനെയാണെങ്കിൽ പിന്നെ അതൊരു ജനപ്രതിനിധി എന്ന് പറയുന്നതിൽ എന്തർത്ഥമുള്ളത്? ഭരിക്കുന്ന പാർട്ടിക്കൊപ്പം നിന്നാൽ മാത്രമേ കിട്ടൂ. അപ്പൊ അത് വ്യക്തി താല്പര്യം മാത്രമല്ലേ? നമ്മൾ ഈ പറയുന്ന ഇപ്പൊ കോൺഗ്രസ് എന്ന് പറയുന്നതായാലും BJP എന്ന് പറയുന്നതായാലും ആശയങ്ങളാണല്ലോ. ഇപ്പൊ പെട്ടെന്ന് കോൺഗ്രസിൽ നിന്ന് അധികാരമില്ലാത്തതുകൊണ്ട് BJP-യിലേക്ക് പോകുമ്പോൾ അദ്ദേഹം ആ ആശയത്തിന് എന്ത് വാല്യൂ ആണ് കൊടുത്തിട്ടുള്ളത്? പിന്നെ വേറൊരു കാര്യം, ഇപ്പൊ ശശി തരൂർ കോൺഗ്രസിൽ നിന്ന് BJP-ക്ക് ഇനി വരുന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനോടൊപ്പം നിൽക്കാതെ BJP-യിലേക്ക് പോയെന്ന് വെച്ചോളൂ. പക്ഷെ BJP-ക്കുള്ളിൽ തന്നെ ഇപ്പോൾ മറ്റു പാർട്ടികൾ, പ്രത്യേകിച്ച് കോൺഗ്രസിൽ നിന്നും വരുന്നവർക്ക് BJP-യിലും RSS-ലും ഉള്ളവർക്ക് കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ പരിഗണന കൊടുക്കാതിരിക്കാനുള്ള നടപടികൾ അവിടെ സജീവമാണ് എന്ന് ഒരു കേൾക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ശശി തരൂർ അതിലേക്ക് പോയെന്ന് പറഞ്ഞിട്ട് ശശി തരൂർ ഉദ്ദേശിക്കുന്ന പോലെയുള്ള ഒരു നേട്ടമൊന്നും അദ്ദേഹത്തിന് അവിടെ നിന്ന് ലഭിക്കില്ല എന്ന് തന്നെയാണ് പൊതുവെ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. പിന്നെ എന്റെ ഒരു അഭിപ്രായമാണ്, ഇത്രയും ടേം തരൂർ MP ആയിട്ടുണ്ടെങ്കിൽ അത് കോൺഗ്രസിൽ നിന്നതുകൊണ്ട് മാത്രമാണ്. അല്ലാതെ ഇപ്പൊ BJP-യിലാണെങ്കിൽ ചേച്ചി പറഞ്ഞതുപോലെ ഇത്രയും ടൈം ഒന്നും തരൂരിനെ MP ആക്കി മുന്നോട്ട് കൊണ്ടുപോകില്ല. മറ്റൊരു കാര്യം പറയാനുള്ളൂ, ഈ കോൺഗ്രസിൽ അദ്ദേഹം വരുമ്പോൾ പല അവസരങ്ങളിൽ ഒറ്റപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നു. അതില്ലെന്ന് പറയാൻ കഴിയുമോ? ഇല്ല, ഒറ്റപ്പെട്ടു. ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പത്തെ തവണ അദ്ദേഹത്തിനെതിരെ പ്രവർത്തിക്കാൻ അവിടെ കോൺഗ്രസിന്റെ തന്നെ ഒരു വിഭാഗം സജ്ജമായിരുന്നു എന്നാണ് അറിവ്. അപ്പോ ഹൈക്കമാൻഡിൽ നിന്നും ആൾക്കാർ നേരിട്ടെത്തിയാണ് അതിനെ നിയന്ത്രിച്ചതെന്നും കേട്ടിട്ടുണ്ട്. അപ്പോൾ ശശി തരൂർ കോൺഗ്രസിൽ വളരെ നല്ലൊരു നേതാവായിരുന്നു എന്നതിലുപരി അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് അദ്ദേഹത്തിന് ഒരുപാട് കൈപ്പേറിയ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം അദ്ദേഹം ക്വാളിഫൈഡ് ആണ്, വിദ്യാഭ്യാസപരമായാലും ശരി, എല്ലാ രീതിയിലും അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകളായാലും ശരി, ആ തുടക്കകാലത്തൊക്കെ അദ്ദേഹം ദേശീയ ഗാനത്തെ ബഹുമാനിക്കുന്ന രീതിയായാലും ശരി, അദ്ദേഹം ഒരു തേർഡ് റേറ്റ് പൊളിറ്റിക്സ് കളിച്ചു വരുന്ന ഒരാളല്ലായിരുന്നു. അദ്ദേഹം രാജ്യ നന്മയ്ക്കായി, ജനങ്ങളുടെ നന്മയ്ക്കായി, രാജ്യത്തിനു വേണ്ടി ശരിക്കും ഉള്ള ഒരു പൊളിറ്റീഷ്യൻ ആയിരുന്നു അദ്ദേഹം.
ഇപ്പോഴും അങ്ങനെ ആയിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ കോൺഗ്രസിൽ നിന്നുണ്ടായ ചില കൈപ്പേറിയ അനുഭവങ്ങൾ അദ്ദേഹത്തിനെ ഈ ഒരു രീതിയിലേക്ക് ചിന്തിക്കാൻ പ്രേരിപ്പിച്ചതാവാം. പക്ഷെ അത് കോൺഗ്രസും അദ്ദേഹവും തമ്മിലുള്ള ഒരു വിഷയമായിട്ട് തന്നെയാണ് കണക്കാക്കാനുള്ളത്. അങ്ങനെയാണെങ്കിൽ പോലും അത് പറഞ്ഞു തീർക്കുക, അല്ലെങ്കിൽ കോൺഗ്രസുമായി AICC-യുമായി മറ്റോ സംസാരിച്ച് ഒരു തീരുമാനത്തിലെത്തുക. അല്ലാതെ ഈ സാധാരണക്കാരായ നമ്മൾ നേതാക്കൾക്ക് താഴെ വരുമ്പോൾ സാധാരണക്കാരായ തരൂരിന് വേണ്ടി പ്രവർത്തിച്ച പ്രവർത്തകരില്ലേ, അവരാണല്ലോ ഈ ഒരു സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത്. കാര്യം സ്വാഭാവികമായിട്ട് ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് ആ സമയത്തൊക്കെ വീട്ടിൽ ചെല്ലുമ്പോൾ സാധാരണക്കാർ ചോദിക്കില്ലേ MP എവിടെ, MP അങ്ങനെ ചോദിക്കുമ്പോൾ ഉത്തരമില്ലാത്തത് സാധാരണക്കാരായിട്ടുള്ള പ്രവർത്തകർക്കാണല്ലോ. എനിക്ക് തോന്നുന്നു ഈ കാര്യത്തിൽ അധികം നമ്മൾ കാത്തിരിക്കേണ്ടി വരില്ല. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പോടുകൂടി ഇതിലൊരു തീരുമാനം ഉണ്ടായേക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനായിരിക്കും സാധ്യത കൂടുതൽ.